മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഓർമ്മയായിട്ട് ഇന്ന് ഒരു വർഷം തികയുകയാണ്. നമ്മോടൊപ്പം ചേരുന്നത് അദ്ദേഹത്തിൻ്റെ മകനും പുതുപ്പള്ളിയിലെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയുമായ ചാണ്ടി ഉമ്മൻ MLA ആണ്. അപ്പ ഇല്ലാതെ ഒരു വർഷമാവുകയാണ്. അതിൻ്റെ ഇടയിൽ അപ്പ ചെയ്ത റോളിലേക്ക് ഇപ്പോൾ എത്തുകയും ചെയ്തു പുതുപ്പള്ളിയുടെ ജനപ്രതിനിധിയായി. എങ്ങനെയായിരുന്നു ഈ ഒരു വർഷം? അല്ല, ഒരു വർഷം ഒരു നീണ്ട കാലയളവായിട്ട് തോന്നുന്നില്ല. കാരണം ഇന്നലത്തെ പോലെ തോന്നുകയാണ്. നമുക്കറിയാം, അദ്ദേഹം യാത്രയാവുന്നത് ഇതേ ദിവസം അല്ലെങ്കിൽ ഇന്നാണ് ആശുപത്രിയിലായിട്ട് അദ്ദേഹം മാറ്റുന്നത്. പെട്ടെന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ തുടർച്ചയായി ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുക. തുടർച്ചയായി. ഇന്നലെ ഞാൻ ആ കല്ലറയിൽ പോയപ്പോൾ ആ കല്ലറയിൽ തിരുവനന്തപുരത്ത് നിന്ന് വന്ന കോൺഗ്രസ് പ്രവർത്തകർ സർവ്വമത പ്രാർത്ഥന നടത്തുന്നു. കുരുമാവെന്ന ഒരു വീട് നിർമ്മിച്ചു കൊടുത്തവർ അവിടെ വന്ന് ആ വീടിന്റെ ആശംസകൾ ഒക്കെ പറയുന്നു. ഇന്നത്തെ സാഹചര്യം എനിക്കറിയില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് വരുന്നത് ഞങ്ങളെ സംബന്ധിച്ചൊരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു അനുഭവമാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര അതൊരു ചരിത്ര സംഭവമായിരുന്നു. അത്രയധികം ജനങ്ങൾ വന്ന ഇതും അതിനുശേഷവും ആൾക്കൂട്ടം ഇങ്ങനെ സാധാരണഗതിയിൽ പുതുപ്പള്ളി ഹൗസിൽ ഇവിടെയും അവിടെയും പുതുപ്പള്ളിയിലും ഉമ്മൻചാണ്ടി സാറിനെ കാത്ത് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ദിവസവും വരുമായിരുന്നു. അതിനുശേഷം അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അത്രയധികം ആളുകളുടെ ഒഴുക്ക് വീട്ടിലേക്ക് ഉണ്ടായിട്ടുണ്ടോ? അല്ല, ആളുകൾ 40-ന്റെ അന്ന് ഇതേപോലെ വന്നിരുന്നു. എൻ്റെ തെരഞ്ഞെടുപ്പിനനുബന്ധിച്ച് ഒത്തിരി പേര് വന്നു. പക്ഷേ എന്താ പറയുക, അന്നത്തെ ഒരു ജനം പിന്നെ വരിക സാധ്യമല്ലല്ലോ. പക്ഷേ ജനങ്ങൾ രാത്രി 1 മണിക്ക് വരെ ഞാൻ കല്ലറയിൽ വരുന്നത് കണ്ടിട്ടുണ്ട്. ഈ ഏപ്രിലും 1 മണിക്ക് ആൾക്കാരെ എന്നെ വന്ന് കണ്ടിട്ടുണ്ട്. ഞാൻ രാത്രി പോകാറുണ്ട് അവിടെ. അപ്പം ആൾക്കാരുടെ നിരന്തരമായ ഒരു സ്നേഹം കൊണ്ടാണ് ഇപ്പം നമ്മൾ വളരെയധികം ടെൻഷനിലാണ്. ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ ടെൻഷൻ അലിഞ്ഞു പോകും. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ അദ്ദേഹം എങ്ങനെ അത് പിടിച്ചു നിന്നെന്ന് എനിക്ക് മനസ്സിലായത് ഈ കാലഘട്ടത്തിലാണ്. എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും ആൾക്കാരുടെ പ്രശ്നം കേൾക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങളാണ് നമ്മളെക്കാട്ടി വലുത് എന്ന് മനസ്സിലാകും. ഒരിക്കൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ആൾക്കൂട്ടമാണ് എൻ്റെ പാഠപുസ്തകമെന്ന്. അതേ ആ പാഠപുസ്തകത്തിൻ്റെ പാഠങ്ങളാണോ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ എന്ന നിലയിൽ താങ്കളും പഠിക്കുന്നത്? അല്ല, അദ്ദേഹം എന്നെ അത് കാണിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ആ പാഠം പഠിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. മാത്രമല്ല, എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ നാട് അദ്ദേഹത്തിൻ്റെ വീടായിരുന്നു. എന്നെ സംബന്ധിച്ചും ഈ നാട് അദ്ദേഹത്തിൻ്റെ പോലെ തന്നെ വീടാവും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. കാരണം അതേപോലുള്ള സ്വീകരണമാണ് എനിക്ക് ജനങ്ങൾ. അതിനകത്ത് ഒരു വ്യത്യാസവുമില്ല. ഏത് പാർട്ടിക്കാരാണെങ്കിലും നമ്മളോട് അഭിപ്രായ വ്യത്യാസമുള്ളവർ പോലും നമ്മളോട് സ്നേഹം കാണിക്കുന്നു. അതാണ് വലിയ ഭാഗ്യം. ഇപ്പോൾ തന്നെ ഞാൻ ഈ MLA ആയതിനു ശേഷം അങ്ങയുടെ വാട്സാപ്പ് സ്റ്റാറ്റസിലൊക്കെ സ്ഥിരമായി പുതിയ വീടിന് തറക്കല്ലിടുക എന്നുള്ളത്. അപ്പോൾ ഈ കാലയളവിൽ MLA ആയതിൻ്റെ കാലയളവിനിടയിൽ തന്നെ എത്രയോ അധികം വീടുകൾ, മിക്കവാറും ദിവസങ്ങളിൽ അങ്ങയുടെ സ്റ്റാറ്റസിൽ ഒരു വീടിന് തറക്കല്ലിടുന്നു എന്നുള്ള അതും ഈ അപ്പ തന്ന ഊർജ്ജത്തിൽ നിന്നാണോ? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഓർമ്മ തന്ന ഒരു ഊർജ്ജമാണ് ഇത്രയും എത്തിച്ചിരിക്കുന്നത്. അതിലുള്ള സന്തോഷം വെച്ചാൽ ആദ്യത്തെ വീട് പൂർത്തിയായി കഴിഞ്ഞു. ഇന്നുകൊണ്ട് അതിൻ്റെ പൂർത്തീകരണമാവുകയാണ്. 18-ാം തീയതി അത് റൂഫിട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് പ്രത്യേകമായി നിർമ്മിക്കുന്ന ഒരു വീടാണ്, കന്യാകുമാരിയാണ് നിർമ്മിക്കുന്നത്. ആദ്യത്തെ വീട് നാളെ തന്നെയാണ് അതിൻ്റെ പൂർത്തീകരണം. അറിഞ്ഞോ അറിയാതെ അന്ന് വന്ന് ചേർന്നിരിക്കുന്നു. ഞാനതിന് 16-ാം തീയതി ഉദ്ഘാടനം ചെയ്യണമെന്ന് വെച്ചു. പക്ഷേ അത് 25-ലേക്ക് ഞാൻ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അന്ന് ഒരു ചടങ്ങ് സംഘടിപ്പിച്ച് കന്യാകുമാരി കൊടുക്കും. ബാക്കിയുള്ളതും എൻ്റെ പിതാവിൻ്റെ എന്താ പറയുക, അതേ ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ പലരും എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് വീട് വെച്ച് തന്നു എന്ന് പറയുന്നുണ്ട്. ഞാനിത് കേട്ട് അത്ഭുതപ്പെട്ടിരിക്കുക. അപ്പം അദ്ദേഹം പറയാതെ തന്നെ ഒത്തിരി ചെയ്തു. അപ്പം ഇത് പറഞ്ഞു ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം 50ഓളം വീടുകൾ തീർക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. അതിലേക്ക് ഞങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. 2-3 മാസത്തിനുള്ളിൽ പൂർത്തിയാകും വിചാരിക്കുന്നു. ഇപ്പോൾ ഇന്നത്തെ ഈ ചരമവാർഷിക ദിവസത്തിലെ എന്തൊക്കെയാണ്, ഏതൊക്കെ പള്ളികളിൽ പ്രാർത്ഥന, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇനി നാളെ രാവിലെ കുർബാന, അതിനുശേഷം കല്ലറയിൽ പ്രാർത്ഥന, എൻ്റെ പൂർത്തിയാകാത്ത വീട്ടിൽ പ്രാർത്ഥന, പിന്നെ ഞാൻ താമസിക്കുന്ന വീട്ടിൽ പ്രാർത്ഥന. അത്രയും പരിപാടികൾ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഗവർണർ വരുന്ന പരിപാടി സംഘടിപ്പിക്കുന്നതായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ ഇതായി ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ എന്ന നിലയിൽ ഒരു ഫൗണ്ടേഷൻ രൂപീകരിക്കുന്നു എന്നറിഞ്ഞു. അത് എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം? അതിൻ്റെ ഫൗണ്ടേഷൻ്റെ ഉദ്ഘാടനം പ്രിയപ്പെട്ട KC വേണുഗോപാൽ MP, ഇന്ത്യയുടെ കോൺഗ്രസിലെ അനിഷേധ്യനായ നേതാവ്, നാളെ അത് നിർവഹിക്കുന്നതായിരിക്കും. അതിൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടനവും ഫൗണ്ടേഷൻ്റെ ഉദ്ഘാടനവും, ഓഫീസിൻ്റെ ഉദ്ഘാടനം കഞ്ഞിക്കുഴിയിലും ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം മാമാപ്പള ഹാളിലും വെച്ച് നടത്തുന്നതായിരിക്കും. അങ്ങ് ഇന്ന് അവിടെ ഈ പ്രസംഗിക്കുന്നത് കേട്ടു, കഞ്ഞിക്കുഴിയിലെ തന്നെ ഉമ്മൻചാണ്ടി കോളനിയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വെച്ച് നൽകണമെന്ന് അവർക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. പ്രതിമകളെക്കാൾ അങ്ങ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ്. അതിൻ്റെ എന്തെങ്കിലും പ്രവർത്തനം, ആലോചന തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ വളരെയധികം കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങൾക്കറിയാം, ഞാൻ
ഇപ്പം തന്നെ എനിക്ക് 30 ലക്ഷം രൂപയാണ് ഞാൻ ഫണ്ട് കണ്ടെത്താനിരിക്കുന്നത് ഈ സ്കോളർഷിപ്പിന് വേണ്ടി. അതുപോലെ തന്നെ 4 കോടിയോളം രൂപയാണ് ചിലവ് വരുന്നത് നമ്മുടെ വീടുകൾക്ക്. അതെല്ലാം എത്തി നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്നൊരു എനിക്കൊരു ഡോണറിനെ കിട്ടിയിട്ടില്ല. ഡോണറിനെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അത് പൂർത്തിയാക്കുന്ന എൻ്റെ ആഗ്രഹം ഒരു സ്കൂൾ വരണം എന്നുള്ളത് തന്നെയാണ്. അതിന് പക്ഷേ ഞാൻ മാത്രം വിചാരിച്ചാൽ പോരാ, പല കടമ്പകൾ അതിനകത്ത് കടക്കാനുണ്ട്. അതിനകത്ത് ആ കടമ്പയിൽ സർക്കാരിൻ്റെ അനുമതി വേണം. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. പ്രൈവറ്റ് ആണെങ്കിലും അതിൻ്റെതായ രീതികളുണ്ട്. അപ്പോൾ എങ്ങനെ വേണം എന്നുള്ളത് ആലോചിച്ചിട്ടില്ല. പക്ഷേ ഞാൻ അവർക്കൊരു വാക്ക് കൊടുത്തിരുന്നു. എനിക്ക് ഉറപ്പുണ്ട് ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ പിതാവിൻ്റെ പേരിൽ തന്നെ ഒരു സ്കൂള് കഞ്ഞിക്കുഴിയിൽ ഉണ്ടായിരിക്കും. കാരണം ഒരു സ്റ്റാച്യു എന്നുള്ളത് അതിനപ്പുറം ഒരു ജീവിക്കുന്ന സ്മാരകം, അതിൽ നിന്ന് കൂടുതൽ ജീവനുകൾ കടന്നു വരിക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഉമ്മൻചാണ്ടി എന്നുള്ള വ്യക്തി ജീവിച്ചിരുന്നപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരെ സഹായിച്ചു. അതേപോലെ ആ സ്കൂള് ഒത്തിരി പേരെ സഹായിക്കണം. അങ്ങനെ ആരെങ്കിലും സന്മനസ്സുള്ളവർ കടന്നു വരുവാണെങ്കിൽ അതിനും ഞാൻ സ്വീകരിക്കും, സംശയമില്ല. അവസാനമായിട്ട് ഒരേ ഒരു ചോദ്യം കൂടി. അതായത് അങ്ങ് പിന്നെ നിയമസഭയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് പിൻഗാമിയായിട്ടാണ് എത്തിയത്. അപ്പോൾ സ്വാഭാവികമായും UDF അംഗങ്ങളുടെ വലിയ പിന്തുണ ഉണ്ടാവും. അതല്ലാതെ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന നിലയിൽ LDFിലേക്ക് ആളുകളുടെ എങ്ങനെയാണ് അങ്ങയോടുള്ള ഒരു പെരുമാറ്റം? എനിക്ക് ഞങ്ങളെല്ലാം വളരെ സൗഹാർദ്ദത്തിലാണ്. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഞാൻ സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും പറയാറുണ്ട്. കൃത്യമായ നിലപാടുണ്ട്. പക്ഷെ അതല്ലാതെ ആരോടും നമുക്ക് എന്താ പറയുക, ഒരു അഭിപ്രായ വ്യത്യാസം ഒന്നുമില്ല. നമ്മളെല്ലാം ആ സ്നേഹം എന്തായാലും അവർക്ക് എന്നോടുണ്ട്. തിരിച്ച് എനിക്ക് അതേ സ്നേഹമുണ്ട്. അതിന് മുഖ്യമന്ത്രി മുതൽ ഉള്ള എല്ലാവരും ആ ഒരു സ്നേഹവും കരുതലും എനിക്ക് തന്നിട്ടുണ്ട്. ക്യാമറാമാൻ മനീഷ് VS-നൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം.